ഡാൻസിൽ നമ്മൾ അഭിനയിക്കുന്ന പോലെ നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. സിനിമയിലും അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്. ഞാൻ ഇത് അഭിനയിക്കുകയാണ് അങ്ങനൊരു സാധനം പോലും ഉണ്ടായിരുന്നില്ല. ജാക്സണും നടന്ന സംഭവം കരിക്ക് കണ്ടിട്ട് വിളിക്കുകയായിരുന്നു. പഴയ സിനിമകളിലൊക്കെ ആണെങ്കിലും ഉർവശി ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര എന്താ, അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ അത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ. 100 പേര് പുറത്ത് നിൽക്കുകയല്ലേ. ദൂരനുഭവം ഒന്നും ഇങ്ങനെ സിനിമയിൽ നിന്ന് അങ്ങനെ ഒന്നും ഇതുവരെ അതും ടച്ച് കൂടൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സെലിബ്രിറ്റി ക്രഷ് സിനിമയെന്നല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും എന്നെ തേടി വന്ന സിനിമകളാണെങ്കിലും എന്നെ ചൂസ് ചെയ്ത സിനിമകളാണ്. ഹായ് മൂവി വേൾഡിന്റെ ചാറ്റ്ഷോയിലേക്ക് സ്വാഗതം. ഞാൻ രാജി. 18ാം പടിയിൽ നിന്ന് തുടങ്ങി നടന്ന സംഭവത്തിലെത്തി സക്സസ് ആയി നിൽക്കുന്ന നടി അനഘ അശോകാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ഹായ് അനഘ. ഹായ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ടായിരുന്നു സീനിയർ ആക്ടേഴ്സുമായിട്ടുള്ള ഒരു അനുഭവങ്ങളൊക്കെ? ഞാൻ ഇതുവരെ ചെയ്ത സിനിമയിൽ ഇത്രയും സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്ന ആദ്യമായിട്ട്. അപ്പം അത് ഭയങ്കര ഒരു നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എനിക്കങ്ങനെ ആദ്യം ഭയങ്കര പേടിയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. പേടിനെക്കാട്ടിലും ആദ്യമായിട്ട് ഇത്തരം ആക്ടേഴ്സിൻ്റെ കൂടെ അത് നല്ലൊരു സ്പേസ് ഉള്ള പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു റോള് കിട്ടിയപ്പം ഭയങ്കര ഹാപ്പി, എക്സൈറ്റ്മെന്റ് ആയിരുന്നു കൂടുതൽ പേടിനെക്കാട്ടിലും. അപ്പം അതുകൊണ്ട് ഭയങ്കര രസമായിട്ട് അടിച്ചു പൊളിച്ച് ചെയ്തു. നടന്ന സംഭവത്തിൽ ഒരു ക്യാരക്ടർ, അശ്വതി എന്നുള്ള ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയാം. അശ്വതി എന്നുള്ള ക്യാരക്ടർ എന്താ പറയുക, സാധാരണക്കാർക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടറിനെക്കാട്ടിലും അവർ കടന്നു പോകുന്ന ആ സിറ്റുവേഷൻ ഭയങ്കര റിലേറ്റബിൾ ആണ്. പിന്നെ കൂടുതൽ എന്താ പറയുക, അത് സിനിമയിലൊരു അത്യാവശ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനിലാണ് വരുന്നത്. ഒരു സിനിമയുടെ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ആണ്, അല്ലെങ്കിൽ അതിലൊരു കോൺഫ്ലിക്റ്റ് ആണ് ഫസ്റ്റ് ഹാഫിൽ. അപ്പം അതുകൊണ്ട് ഇതാണ് ഏറ്റവും പറയാനുള്ളത് അശ്വതിയെ കുറിച്ച്. പിന്നെ ഒരു മേക്ക് ഓവർ ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടെയൊക്കെ ഒന്ന് ടാൻഡായി, കുറച്ചും കൂടെ അവശയായിട്ടുള്ളൊരു അങ്ങനെ ഒരു ഫേസ് ഒക്കെ വേണ്ടിയിരുന്നത്. അപ്പം കുറച്ചും കൂടെയൊക്കെ ടാൻ ചെയ്ത് അങ്ങനെ. അപ്പം ആദ്യമൊക്കെ ഇങ്ങനെ ടാൻ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ട്സിനൊക്കെ, ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ ഫോട്ടോ അയക്കുമല്ലോ, ഇതാണ് മേക്കപ്പിൽ, ഇതാണ് ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ അവരപ്പം തന്നെ നീ പരിമളമാണ് ഈ സിനിമയിൽ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ആ സെയിൽസ് ഗേൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം ആ വലിയ ബാഗും ആ മേക്കപ്പും ഇല്ലെങ്കിൽ അവരുടെ ഒരു മൊത്തത്തിൽ ഒരു ഔട്ട്ലുക്കിന് വേണ്ടിയുള്ള ആക്സസറീസും ഒക്കെ തരുമല്ലോ. അങ്ങനെ തന്ന് ഞാൻ ഫ്രെയിമിൽ കണ്ടപ്പം ഇല്ലേ അതെല്ലാം ഇട്ട് വന്നപ്പം എനിക്ക് എന്നിൽ തന്നെ ഓക്കെ ഇതൊരു ക്യാരക്ടർ, ആ ഒരു ഫീല് കിട്ടി. ഇതിന് മുന്നേ ഉള്ള ക്യാരക്ടേഴ്സിലൊക്കെ മേക്കപ്പ് ഇല്ല, പക്ഷെ അങ്ങനെ ഓക്കെ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുന്നു. പക്ഷെ ഇതിനാണ് ഒരു എന്താ പറയുക, ഈ ബാഗും ഇല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ക്യാരക്ടറായി എന്നൊരു ഫീല് കിട്ടിയത് അശ്വതിയിലാണ്. എന്തെങ്കിലും ഇപ്പൊ ആ റോളിന് വേണ്ടി എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായിരുന്നോ? അപ്പം ചലഞ്ചസ് ആയിട്ട് അങ്ങനെ വലിയ പരിപാടി ഒന്നും നമുക്ക് ഡെയിലി ലൈഫ് കാണാൻ പറ്റുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആയതുകൊണ്ട് സ്ക്രിപ്റ്റ് നന്നായിട്ട് വായിച്ചു, ഇല്ലെങ്കിൽ അതിലെ സിറ്റുവേഷൻസ് തന്നിട്ട് മനസ്സിലാക്കി പെർഫോം ചെയ്യും. എങ്ങനെയുണ്ടായിരുന്നു സുരാജുമായിട്ടും ബിജു മേനോനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ? അത് എനിക്ക് കൂടുതലും ബിജുവേട്ടനോടുള്ള കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നത്. പുള്ളി ഭയങ്കര കൂളായിട്ടുള്ളൊരു മനുഷ്യനാണ്. ആദ്യമേ കാണുമ്പോൾ എനിക്കൊന്നും ഞാൻ ഒത്തിരി സംസാരിച്ചിട്ടില്ല. കാരണം എനിക്ക് ഈ സീനിയർ ആർട്ടിസ്റ്റ് എന്നൊരു സാധനമുള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഒരു റെസ്പെക്ട്ഫുള്ളി ആണ് ഞാൻ അപ്രോച്ച് ചെയ്യാറ്. അപ്പം ഗുഡ് മോർണിംഗ്, ഓക്കെ, ഹായ്, ബൈ, അങ്ങനെ തന്നെ. പക്ഷേ ഒരു സീനിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര കൂളാണ്. നമുക്കിങ്ങനെ അയ്യോ അപ്പുറത്തിരിക്കുന്ന ആളെ ബുദ്ധിമുട്ടിക്കോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഡയലോഗ്സ് ഒക്കെ കറക്റ്റായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തും കുറച്ചുകൂടി ഈസിയായി. അപ്പം അങ്ങനെ ഒരു റാപ്പായിരുന്നു. കുറച്ച് സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള സിനിമയാണെന്ന് പറയാറുണ്ടല്ലോ. എന്താ തോന്നിയത് സിനിമ ആൾക്കാരിൽ നിന്നുള്ളൊരു പ്രതികരണം കൂടെ കേട്ടപ്പം? നമുക്കൊരു ഫസ്റ്റ് വീക്ക് സിനിമ തിയേറ്ററിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് മുന്നോട്ട് വന്ന് നമ്മളോട് അഭിപ്രായം പറഞ്ഞത്. ഞങ്ങൾക്ക് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം നമ്മൾ നടന്ന സംഭവം എന്ന സിനിമയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കൂടുതൽ റിലേറ്റ് ആവുന്ന ഒരു ഇഷ്യൂ ആണ്. പിന്നെ വളരെ സെൻസിറ്റീവും സെൻസിബിൾ ആയിട്ടുള്ള ഒരു കോണ്ടന്റാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ഫസ്റ്റ് വീക്ക് എന്നല്ല, ഒരു റിലീസായ ഒരു സെക്കൻഡ് ഡേ തൊട്ട് നമുക്ക് കൂടുതലും സ്ത്രീകളെ മുന്നോട്ട് വന്ന് ഈ സിനിമയിൽ ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടത് ഭയങ്കര സന്തോഷമുണ്ട്. ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റി. അതിൽ മറ്റ് മെയിൽ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അവർക്ക് ഫാമിലിയായിട്ട് ജീവിക്കുന്ന ഒത്തിരി പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒപ്പീനിയൻസ് ആയിരുന്നു. പിന്നെ ഇത് മൊത്തത്തിൽ ഒരു എന്റർടൈനർ ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയായിട്ട് ഉള്ള ഒരു ഒപ്പീനിയൻ നമുക്ക് കിട്ടിയ കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഒരു സെക്കൻഡ് വീക്ക് കഴിഞ്ഞപ്പോൾ കൂടുതൽ ഓഡിയൻസസിലേക്ക് ഇത് എത്തി. പിന്നെ ഫാമിലി ഓഡിയൻസസ് ഒക്കെ എടുത്ത് അങ്ങനെയാണ് 4th വീക്ക് വരെ
നമ്മുടെ സിനിമ ഓടുന്നത്. അപ്പൊ ആദ്യ സിനിമ ഒരു 18-ാം പടിയിൽ നിന്നായിരുന്നു, അതിനുശേഷം ജാക്സൺ ബസാർ, അതിനുശേഷം ഇപ്പം ഈ സീനിയർ ആക്ടേഴ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ജേണി? എങ്ങനെ ഉണ്ടായിരുന്നു 18-ാം പടിയിൽ നിന്ന് തുടങ്ങിക്കും? ജേണി സത്യം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, വലിയ സ്റ്റോറിയാ. അതായത് ഞാൻ +2 പറഞ്ഞ സമയത്ത് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കണക്ക് എനിക്കിങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം എന്റെ മൈൻഡില് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കുറച്ചുകൂടെ ഡാൻസറാണ്. അപ്പം നമുക്ക് ഈ ക്ലാസിക്കൽ ഡാൻസിൽ തന്നെ ആണെങ്കിലും നൃത്യ അഭിനയം എന്ന് പറഞ്ഞിട്ട് 2 പാർട്ട് ഉണ്ട്. അപ്പൊ ഇനി അഭിനയം എന്നുള്ള പാർട്ട് വരുമ്പം ടീച്ചേഴ്സ് നമ്മളെ ഇങ്ങനെ ഇരുത്തിയിട്ട് കഥയൊക്കെ പറയും. അപ്പൊ കഥ പറഞ്ഞു തന്ന് നമ്മളെല്ലാവരും നമ്മളൊരു 6 പേരാണ് ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ സ്റ്റോറി പാർട്ട് വരുമ്പോൾ ഓരോരുത്തരും ഓരോ ക്യാരക്ടേഴ്സ് ആവും. അപ്പൊ അങ്ങനെ ക്യാരക്ടറായിട്ട് പെർഫോം ചെയ്യാൻ ഡാൻസിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിങ്ങനെ വളർന്ന് ഓക്കെ അഭിനയിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ നമുക്ക് ഈ ന്യൂസ് പേപ്പേഴ്സിലും അല്ലാതെ ഓൺലൈൻ ഫേസ്ബുക്കിലൊക്കെ നമുക്കിങ്ങനെ ഓഡീഷൻസ് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ നാട്ടിലായിരുന്നു മറ്റേ മാസ്റ്റർ പീസ് എന്ന സിനിമയുടെ ഷൂട്ട് നടക്കണേ. അപ്പൊ അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ അതിന്റെ ഓഡീഷന് പോയി ജസ്റ്റ് പേരും ഇതൊക്കെ ചോദിച്ചോളൂ. എന്നിട്ട് പറഞ്ഞു നാളെ തൊട്ട് ഷൂട്ടിനൊന്ന് സിനിമയിൽ എടുക്കണം. അപ്പൊ മറ്റേ എഴുതോ നിന്നെ സിനിമയിൽ എടുക്കുക എന്നൊരു സാധനമായിരുന്നു. അപ്പൊ ഞാൻ വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ ആ പടത്തിൽ ചെയ്തത് ക്ലാപ്പ് ചെയ്യുക, നടക്കുക, ചെയർ ചെയ്യുക. പിന്നെയാണ് മനസ്സിലായത് എന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് സീനിയർ ആർട്ടിസ്റ്റിലേക്ക് പോകും, എല്ലാവരും ഇങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കുന്നത്. അതൊക്കെയായിരുന്നു എന്റെ തോട്ട്. പിന്നീട് എൻ്റെ ഒരു പ്രോപ്പർ ഓഡിഷൻ എന്ന് പറയുന്നത് 18-ാം പടിയായിരുന്നു. അത് ഒരു സ്ഥലത്ത് പോയി നമുക്കൊരു സിറ്റുവേഷൻ തന്ന് നമ്മൾ പെർഫോം ചെയ്ത് അവർ അത് അനലൈസ് ചെയ്ത് നമ്മളെ സെലക്ട് ചെയ്ത് പിന്നെ ഒരു ക്യാമ്പ് കാര്യങ്ങളൊക്കെ തന്ന് നമ്മളെ ആക്ടറായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു കോൺഫിഡൻസ് ഒക്കെ ബിൽഡായി വന്നത്. ഓക്കെ അഭിനയിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് തരുന്നത് 18-ാം പടിയാണ്. 18-ാം പടിയിൽ ഒരു രസകരമായ നിമിഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ഈ യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് കുറച്ചുകൂടെ രസകരമാവുമല്ലോ. കുറെ വർഷമായി നമുക്ക് തുടക്കമാകുമ്പോഴും നമ്മളെ ഇന്ന് ഓർമ്മിക്കും. അത് തീർച്ചയായിട്ടും. കാരണം 18-ാം പടിയിൽ ഏറ്റവും രസകരമായിട്ടുള്ള എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതണക്ക് എല്ലാം ഞങ്ങളൊരു ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടിയത് ആ ഫ്രണ്ട്ഷിപ്പും. കാരണം എനിക്ക് സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ല. ഇല്ലെങ്കിൽ ആദ്യമൊക്കെ ഞാൻ മറ്റേ പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പോർട്ട്ഫോളിയോ എന്താന്നുള്ള ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പം ഇത്രയും കാര്യങ്ങൾ അറിയാം. അപ്പോൾ നല്ല അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പൊ ലേറ്റ് നൈറ്റ് ഷൂട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മളതൊക്കെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ 18-ാം പടിയുടെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി കൗതുകമായിരുന്നു. കാരണം ആദ്യമായിട്ട് ഒരു 6 to 6 ഷൂട്ട് എന്ന് പറയുമ്പോൾ ഈവനിങ് 6 തുടങ്ങി മോർണിംഗ് 6-ലായിരിക്കും തീരുക. അപ്പം അങ്ങനൊന്നും ഞാനൊന്നും അങ്ങനെ ഇരുന്നിട്ടേ ഇല്ല. അപ്പോൾ അതൊക്കെ അപ്പം ആ സമയത്ത് പലരും ഇത് ശീലിക്കാത്തപ്പം ഇപ്പൊ എനിക്ക് ആ സമയത്ത് ചെറിയ കോൾഡ് ഒക്കെ അടിക്കുമായിരുന്നു. അപ്പം എന്നെ അന്ന് നോക്കിയിരുന്നൊക്കെ ആ കൂട്ടത്തിലുള്ള ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് തന്നെയാണ് എല്ലാവരും, അഭിനയിക്കാൻ വന്ന ആൾക്കാർ തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ. അപ്പൊ അവിടെ നിന്ന് ഉണ്ടാവുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഭയങ്കര ഫാമിലി ഫീൽ ആയിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് നടക്കുന്ന ഒത്തിരി രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഇപ്പൊ പെട്ടെന്ന് പിക്ക് ചെയ്ത് പറയാനായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ ഇതാണ് ഈ ഫ്രണ്ട്ഷിപ്പ് ഇന്നും ഉണ്ട്. അതെ ഇന്ന് അതിലുള്ള എല്ലാവരും ഇപ്പൊ ഓരോരോ നല്ല നല്ല രീതിയിൽ വരുന്നുണ്ട്. ഒത്തിരി പേര് വന്നു. ഇപ്പൊ ഹർഷ, ഫാഹിം, അങ്ങനെ ഒത്തിരി പേര് നല്ല നല്ല രീതിയിൽ സിനിമകൾ ചെയ്തു വരുന്നു. അത് കാണുമ്പോഴൊരു സന്തോഷമുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരു ഫ്ലോറിൽ ഓഡിഷൻ ചെയ്ത ആൾക്കാരാണ്. ഒരു ഫ്ലോറിൽ ഓഡിഷൻ ചെയ്ത് ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് അപ്പം അങ്ങനെ വന്ന ആൾക്കാരാകുമ്പോൾ അവര് ഓരോ രീതിയിൽ വളർന്ന് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഈ ജാക്സൺ ബസാർ യൂത്തിലേക്ക് എങ്ങനെയാണ് വന്നത്? അപ്പം ജാക്സൺ ബസാർ ഒരു നായികയായിട്ടാണ്. അതൊരു എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു നായികയാണെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ജാക്സൺ ബസാറിലേക്ക് എത്തുന്നത് ജാക്സൺ ബസാർ നടന്ന സംഭവം ഈ 2 സിനിമയിലേക്ക് ഞാൻ എത്തുന്നത് കരിക്ക് ത്രൂ ആണ്. കരിക്കിന്റെ സെബാസ്റ്റിന്റെ വെള്ളിയാഴ്ച എന്ന് പറയുന്ന സീരീസ് ആണ് എനിക്കൊരു ചെറിയൊരു ബ്രേക്ക് തരുന്നത്. അപ്പൊ ഒത്തിരി പേര് പുറത്തോട്ട് ഇറങ്ങുമ്പോഴും എല്ലാവരും സീരീസിലെ ക്യാമറ വുമൺ അല്ലേ എന്ന് ഇപ്പോഴും ചോദിക്കുന്നത്. അപ്പൊ അത് ഒരു സ്പെഷ്യൽ സന്തോഷമാണ്. അപ്പം അത് കണ്ടിട്ടാണ് ജാക്സണിലെ ഡയറക്ടർ ഷമൽ എന്നെ വിളിക്കുന്നത്. ഇതാണൊക്കെ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഒരു ക്യാരക്ടർ ഉണ്ട്, രേഖ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പം രേഖയ്ക്ക് ഒരു സിറ്റുവേഷൻ ഒക്കെ തന്നു, ഒരു ഓൺലൈൻ ഓഡീഷൻ ഒക്കെ കൊടുത്തു ഞാൻ. അപ്പൊ ഓഡീഷൻ വർക്കായി അങ്ങനെ സ്വിച്ച് ഓൺ കർമ്മത്തിന് ആ ഒരു ഡേ ആണ് ഞാൻ ചെല്ലുന്നത്.
അപ്പോൾ ചെന്നു, ഫസ്റ്റ് ഷോട്ടൊക്കെ കഴിഞ്ഞു. അപ്പം രേഖയ്ക്ക് ഒരു അപ്പുറത്തൊരു ക്യാരക്ടർ ഉണ്ട്, ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടർ ഉണ്ട്, അപ്പു എന്നൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പം അപ്പു ആരാ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ ചെല്ലുമ്പോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഒരു ക്യാരക്ടർ ഉണ്ടാവും, ആരാന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ മേക്കപ്പിന് ഇരുന്നപ്പം ലുക്ക് വന്നു. അപ്പൊ ലുക്ക് വന്ന് അപ്പുറത്ത് ഇരുന്നിട്ട് ലുക്കുവിനെ അപ്പൊ വിളിക്കുന്നത് അപ്പു റെഡി ആയില്ലേ എന്ന് ചോദിക്കണേ. അപ്പു വേഗം റെഡി ആകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ലുക്മാനാണ് അപ്പു, അപ്പൊ ലുക്മാന്റെ പേരാണോ, അപ്പൊ ഞാൻ നായികയാണ്. അങ്ങനെയാണ് ഞാൻ നായികയാണ് അത് സാധനം. പിന്നെ അതില് ലുക്കുവിന്റെ പേരെന്ന് പറയും, അങ്ങനെ ഒരു സാധനം എനിക്ക് കിട്ടിയത്. ഞാൻ ലുക്മാന്റെ പേരാന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ആ സെറ്റിലെ അനുഭവം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പേരാമ്പ്ര കോഴിക്കോട് കുറച്ച് ഉള്ളിലോട്ടാ ഷൂട്ട് ചെയ്യണം. അപ്പൊ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് ഒന്നുമില്ല, വേറെ ഊബർ ഇല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസസ് ഒന്നുമില്ല, സൊമാറ്റോ ഒന്നുമില്ല. അപ്പൊ മറ്റേ ഷൂട്ട് വന്നൊക്കെ പോസ്റ്റ് ആയി കഴിഞ്ഞാൽ സെറ്റിൽ തന്നെ നിൽക്കുക. ഇപ്പൊ എനിക്ക് ഷൂട്ടില്ല, അപ്പൊ ഞാൻ സെറ്റിൽ തന്നെ അടുത്ത കാര്യങ്ങൾ. അപ്പം മൊത്തത്തിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഫാമിലി ഫീൽ കുറച്ചുകൂടെ വേറെ. കാരണം നമുക്ക് ഫോൺ യൂസ് ചെയ്യാനൊന്നും ഇല്ല. അപ്പം ഭയങ്കര ഈ സോഷ്യലൈസിങ് ഭയങ്കരമായിട്ട് നടന്ന ഒരു സെറ്റാണ്. എല്ലാവരോട്ടും സംസാരിച്ച് കമ്പനിയായി, ഇല്ലെങ്കിൽ ആ ഒരു റാപ്പ് ഭയങ്കരമായിട്ട് ബിൽഡായത് ജാക്സൺ ബസാറിലെ സെറ്റിലാണ്. അതാണ് മറ്റേ ജാഫർ ഇടുക്കിയായിട്ടുള്ള കോമ്പറ്റീഷൻ സീനുകളും ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു സീനിയർ ആക്ടർ എന്നുള്ളത്? അത് നല്ല അനുഭവമായിരുന്നു. അതായത് ഞാൻ എന്താ പറയുക, ഇപ്പൊ കരിക്കൊക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സിനിമ ഇല്ലെങ്കിൽ എനിക്ക് വളരെ ചെറിയ കോമ്പിനേഷൻസേ ഉള്ളായിരുന്നു ജാഫ്രിയൊക്കെ ആയിട്ട്. കൂടുതലും ലുക്കുമായിട്ടുള്ള, പിന്നെ മൊത്തത്തിൽ ഒത്തിരി ആക്ടേഴ്സ് വരുന്ന സീനുകളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പം എല്ലാവരുമായിട്ടും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കരിക്കിൽ എങ്ങനെയായിരുന്നു അപ്പൊ എത്തിയത്? കരിക്കില് രണ്ട് സീരീസ് ഉണ്ടായിരുന്നു, സെബാസ്റ്റ്യൻ വെള്ളിയാഴ്ചയും പ്രിയപ്പെട്ട വെള്ളിയാഴ്ചയും. ഞാൻ കരിക്കിലെത്തുന്നത് ചാൾസ് എന്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആഫ്റ്റർ 18-ാം പടി കുറച്ച് സിനിമകളിൽ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. തട്ടാശ്ശേരി കൂട്ടം, വാശി, ചാൾസ് എന്റർപ്രൈസസ്, ഈ 3 സിനിമയിൽ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാൾസ് എന്റർപ്രൈസ് എന്ന സിനിമയിൽ ഞാൻ ക്യാമറ വുമൺ ആണ് എൻ്റെ ക്യാരക്ടർ. അപ്പോൾ അതിലെ സ്റ്റിൽസ് എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ കാണിച്ചിട്ട്, അപ്പോൾ അങ്ങനെയാണ്. കാരണം ആ സമയത്ത് കരിക്കർ ഇതാണൊക്കെ ഒരു ക്യാമറ വുമണെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ചെയ്യേണ്ട ഒരു കുട്ടീനെ, ഒരു ഫ്രഷ് ഫേസിനെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ പ്രൊഫൈൽ കണ്ടിട്ട് ഇതണക്ക് അനുചേട്ടനെ വിളിക്കുമായിരുന്നു, കരിക്കിലെ ജോർജ് എന്ന് പറയുന്നത്. അപ്പം അനുചേട്ടനാണ് വിളിച്ചിട്ട് ഇതണക്ക് ഒരു ഓൺലൈൻ ഓഡീഷൻ ആദ്യം തന്നു. അപ്പം അതൊരു ജനറൽ ഓഡീഷൻ, പിന്നെ ഈ ക്യാരക്ടറിൻ്റെ ഒരു ഓഡീഷൻ, അങ്ങനെ 2 ഓഡീഷൻ കഴിഞ്ഞിട്ടാണ് കരിക്കിലെത്തുന്നത്. പീയൂഷിലേക്ക് സെബാസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നിഖിലേട്ടൻ ചോദിച്ചതാണ് നിനക്ക് ചിത്രം. കരിക്ക് പോലുള്ള സീരീസില് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അതെ. ഇപ്പോഴും ക്യാമറ വുമൺ എന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ ഡൗട്ട് ഉണ്ട്. ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്. ലിറ്ററലി ഞാൻ എന്താ പറയാ, ഒരു ദിവസം ഒരു ചായക്കടയിൽ നിന്നപ്പോ അപ്പുറത്ത് ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നു. അപ്പൊ അവര് എന്നെ കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിലൊരു ചെക്കനാണെങ്കിൽ എന്നെ ഫോളോ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് ഇതേ നോക്കുന്നതാണ്. അപ്പൊ ഇതേ നോക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ലിറ്ററലി കണ്ടു എന്റെ പ്രൊഫൈൽ. അപ്പൊ ഞാൻ അതെ ഞാനാണ്. അപ്പൊ അങ്ങനെ കുറച്ച് രസകരമായ അതെ അത് അതിന്റെ വീടിന്റെ അടുത്ത് തന്നെയാ ആ ഒരു ചായക്കട ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനും ചേട്ടനും കൂടെ എന്റെ ബ്രദറും കൂടെ വൈകുന്നേരം ഇങ്ങനെ ചായ കുടിക്കാൻ പോകും. അപ്പൊ ഞങ്ങൾ മറ്റേ വീട്ടിൽ നിൽക്കുന്ന, നമ്മളറിയില്ല, വീടിന്റെ അടുത്തൊക്കെ ചായ കുടിക്കാൻ നമ്മൾ ആ ഒരു അങ്ങനെ ഒരു സെറ്റപ്പിൽ ആ കൊലത്തിൽ നിന്നപ്പോഴാണ് പുള്ളി ഇൻസ്റ്റയിലുള്ള മറ്റേ അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പൊ ഞാൻ അത് പേടിക്കണ്ട, ഞാൻ തന്നെയാ, അത് മേക്കപ്പ് ഉണ്ട്, ഇത് മേക്കപ്പ് ഇല്ല, അത്രേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ഇത് കണക്ക് ഒരിടത്ത് ഇങ്ങനെ ഇരുന്നപ്പം നമ്മള് സീരീസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മള് പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ആൾക്കാരൊക്കെ ഒന്ന് ചോദിക്കുന്നു. അതൊക്കെ എന്റെ ആദ്യത്തെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനെ ഒന്ന് ചോദിക്കുന്നു. ഞാൻ വളരെ റാൻഡം ആയിട്ട് ഇങ്ങനെ ഭയങ്കര കാഷ്വലായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക എന്റെ ഫ്രണ്ടുകള്. അപ്പം ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഈ സെബാസ്റ്റ്യൻ വിളിച്ചു, അപ്പൊ എന്റെ പേര് വിടുന്നത് ഇത് വിളിച്ച അങ്ങനെയായിരുന്നു. സെബാസ്റ്റ്യൻ വിളിച്ചപ്പോ നമ്മള് പെട്ടെന്ന് മറ്റേ ഓർക്കുന്നില്ലല്ലോ, നമ്മൾ ഈ ഡെയിലി ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നമ്മൾ അപ്പുറത്തെ ലൈഫ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഏത് വെള്ളിയാഴ്ച സോറി ശരി അത് ഞാൻ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡാൻസിങ് ആണ് മെയിൻ ആയിട്ട് വന്നത്? ഡാൻസ് അങ്ങനെയല്ല, ഡാൻസർ അത് കുഞ്ഞിലായിട്ട് ഉള്ള ഒരു കാര്യമാണ്. ഡാൻസും പാട്ടും ഒക്കെ ചെറുതായിട്ട് ഉള്ളതാണ്. അപ്പം എനിക്ക് അഭിനയിക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു സിനിമകൾ കാണുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്താ പറയാ, ഒരു വീക്കെൻഡ് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഉച്ചയ്ക്കത്തെ മീലിൽ ഭയങ്കര
എന്താ പറയുക റിച്ച് ആയിരിക്കും. പിന്നെ വൈകിട്ട് ഒരു സിനിമ, പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിംഗ്, ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് എല്ലാ വീക്കെൻഡും സിനിമയ്ക്ക് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടില്. വീക്കെൻഡ് നല്ല ഇത് സിനിമയ്ക്ക് ചില ദിവസങ്ങളൊക്കെ അച്ഛൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയും, ഇന്ന് വൈകിട്ട് ഒരു സിനിമ റിസർവ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഓഫീസിന്റെ അടുത്തൊരു തിയേറ്റർ ഉണ്ട്, അപ്പം ആള് ഇതനക്ക് റിസർവ് ചെയ്തിട്ട് വരും, ഫാമിലി ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വന്ന് അപ്പൊ അങ്ങനെ എപ്പോഴും സിനിമ കാണാൻ പോകും. സെക്കൻഡ് ഷോയ്ക്ക് ഒത്തിരി പോകുമായിരുന്നു. അങ്ങനെ പോയി 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 ഇങ്ങനെ ഈ ഒരു സിനിമ കണ്ട് കണ്ട് തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര എന്തോ ഒരു സന്തോഷമാണ്. പിന്നെ എൻ്റെ പിന്നത്തെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ട സിനിമയുടെ കഥ നാളെ സ്കൂളിൽ പോയിട്ട് പറയാനുള്ള ഇതാ. അപ്പൊ എന്റെ സ്കൂൾ ബസ് ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര മറ്റേ ത്രില്ല, ഞാൻ ഇന്നൊരു പടം കണ്ടു, അപ്പൊ അതിന്റെ കഥ പറയണം. അപ്പൊ അതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിലെ മറ്റേ അംബീഷൻ ചോദിക്കുള്ളൂ, വലുതാകുമ്പോ ആരാവണം. അപ്പം എനിക്കാണ് ഈ സിനിമ കണ്ടതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഒരു കുറച്ച് ദിവസം ഉണ്ടാവും. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ, എന്താ പറയുക. ഇപ്പം ഞാൻ ഇന്നലെ കണ്ട സിനിമയിൽ ഒരു ഹീറോ എന്താ പറയുക ഒരു പോലീസ് ഓഫീസറാണ്, ഇല്ലെങ്കിൽ അതിന്റെ മെയിൻ ക്യാരക്ടർ ഒരു പോലീസ് ഓഫീസറാണ്. അവർ കുറെ ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്ത് അവസാനം അവർ ജയിക്കുമല്ലോ. അന്ന് സിനിമകളെല്ലാം അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ ക്ലാസ് ഇരിക്കുമ്പോഴേക്കും എനിക്ക് അതുപോലാണോ അതപ്പോൾ ഞാൻ പറയും ഞാൻ പോലീസിലൊക്കെ ചേർന്നാലോ, ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസം അടുത്ത സിനിമയിൽ വേറെ ഏതെങ്കിലും പ്രൊഫഷനാണ് ഞാൻ പോയി എനിക്ക് IAS ഓഫീസറാണ്. അപ്പം പിന്നെ ഒരു 6th സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഞാൻ മനസ്സിലാക്കി ആക്ടർ ആയിക്കഴിഞ്ഞ് ഇതെല്ലാം ആവാലോ. അങ്ങനെയാണ് എനിക്ക് ഒന്ന് അഭിനയിച്ചൊക്കെ നോക്കണം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെയാണ് സിനിമ കണ്ടിട്ടാണ് എനിക്ക് അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുന്നത്. പിന്നെ ഡാൻസിൽ ഇത് കണക്ക് ഇപ്പം അഭിനയിക്കുന്ന സമയത്താണ് ഒരു ക്യാരക്ടർ നമ്മൾ ഒക്യുപ്പൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ ക്യാരക്ടറായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമല്ലോ, ഇല്ല അഭിനയിക്കുമല്ലോ. അപ്പൊ ആ ഒരു പരിപാടിയിൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നുള്ള ഫിഗർ ഔട്ട് ചെയ്യുന്നത് ഡാൻസിൽ ഇത് കണക്ക് ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. ഇല്ലെങ്കിൽ അഭിനയിക്കുന്ന പാർട്ട് വരുമ്പോൾ നമ്മളോട് കഥ പറഞ്ഞു തന്ന് ഹിസ്റ്ററി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കഥ പറയും. അപ്പൊ ചില ക്യാരക്ടേഴ്സ് ആവാനൊക്കെ ഇഷ്ടമുണ്ട്. ആ ക്യാരക്ടറായിട്ട് ഡാൻസിൽ തന്നെ പെർഫോം ചെയ്യാനൊക്കെ ഒരു ഇഷ്ടമുണ്ട്. സ്റ്റോറി ടെല്ലിങ്, ആ സ്റ്റോറി ടെല്ലിങ് പ്രോസസ്സ് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് ഡാൻസിലാണ്. അങ്ങനെ ഇപ്പം നൃത്തത്തിൽ കൂടിയാണ് പലരും സിനിമയിലേക്ക് വന്നത്. അപ്പം സിനിമയിലേക്ക് വരാനുള്ള ഒരു ചവിട്ടുപടിയാണ് ഒരു നൃത്തം. അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. കാരണം ഡാൻസിൽ നമ്മൾ അഭിനയിക്കുന്നത് വേറൊരു ഇതിലാണ്. ഇപ്പൊ തിയേറ്ററും സിനിമയിലുള്ള ഒരു ആക്ടിങ്ങിൽ ആക്ച്വലി ഡിഫറൻസ് ഉണ്ട്. തിയേറ്ററിൽ വേറൊരു കൈൻഡ് ഓഫ് എന്ന് വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇത്. തിയേറ്ററിൽ ചെയ്യുമ്പോൾ വേറൊരു തിയേറ്ററിൻ്റെതായിട്ടുള്ള ഒരു ആക്ടിങ് രീതിയാണ്. സിനിമയിൽ വരുമ്പം അങ്ങനെയല്ല, കുറച്ചുകൂടെ ഒരു മിനിമലിസ്റ്റിക് രീതിയിലാണ് ചെയ്യുക. അപ്പൊ ഈ മീറ്റർ അറിയാവുന്ന ഒത്തിരി നല്ല ആർട്ടിസ്റ്റുകളുണ്ട് തിയേറ്റർ ചെയ്യുന്നത്. എനിക്ക് തിയേറ്റർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ്. കാരണം അത്രയും ലൈവായിട്ട് നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു ടാലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ എനിക്ക് തിയേറ്റർ ഓഡിയൻസിൽ അത്രയും അതും അപ്പൊ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര ഡെപ്തുള്ള പവർഫുൾ ക്യാരക്ടേഴ്സ്. അപ്പൊ അത് ലൈവായിട്ട് ഇത്രയും ഡയലോഗ്സ് ഒക്കെ മറ്റേ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് എന്നാൽ ബൈഹാർട്ട് ചെയ്യുന്ന പോലെ തോന്നാത്ത രീതിയിൽ അവരത് പെർഫോം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ടാലന്റ്. അപ്പൊ സിനിമയിലുമ്പോൾ നമുക്ക് പക്ഷെ റീടേക്സ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഡാൻസിൽ നമ്മൾ അഭിനയിക്കുന്ന പോലെ നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പിന്നെ ചവിട്ടുപടി എന്ന് വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങളില്ലേ. ഇപ്പം ഡാൻസിൽ ഇതാണൊക്കെ ഇപ്പം ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു അരങ്ങേറ്റം നടത്തി ഒരു ബിസിനസ് കൊണ്ട് നടക്കുന്ന ഒരു ടീച്ചറിൻ്റെ അടുത്ത് നിന്നല്ല ഞാൻ ഡാൻസ് പഠിക്കണേ. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഡാൻസ് പഠിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഡാൻസിന്റെ ഇതണക്ക് എന്താ പറയുക, നമ്മൾ ഈ ABCD പഠിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഡാൻസ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതാണെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ഏതൊരു ഡാൻസ് എടുത്താലും അതിൻ്റെ അകത്ത് ജതികൾ കഴിഞ്ഞിട്ട് നമുക്കൊരു അഭിനയിക്കാൻ ഒരു പാർട്ട് വരും. അപ്പോൾ ആ പാർട്ട് വരുന്നതിന് മുന്നേ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരുത്തിയിട്ട് കഥ പറഞ്ഞു തരും. അപ്പം കഥ പറയുമ്പം നമ്മളുടെ മനസ്സിലേക്ക് ആ കഥ വിഷ്വലി പോകും. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു 6 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആരൊക്കെ ചെയ്യുന്നതെന്ന് പറയും. അപ്പൊ ആ സമയത്ത് ആ ക്യാരക്ടർ എങ്ങനെ ടീച്ചർ കൊടുക്കുക, നമ്മളുടെ ഫിസിക്കും നമ്മളുടെ ഒരു ടാലന്റും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഓരോ ക്യാരക്ടേഴ്സ് തരിക. ഇപ്പം ചെറിയ കുട്ടീൻ്റെ ക്യാരക്ടർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞ ഒരാളായിരിക്കും. രാജാവിന്റെ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ള ഒരാളായിരിക്കും. മഹാവിഷ്ണുവിന്റെ ക്യാരക്ടർ ആണെങ്കിൽ അങ്ങനെ. അപ്പം സിനിമയിലും അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ ആദ്യം ഒരു ക്യാരക്ടറിനെ കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ എന്താ ആ ക്യാരക്ടറായിട്ട് ആപ്റ്റ് ആണോ, ഫീച്ചേഴ്സും ഫിസിക്കൊക്കെ ആപ്റ്റ് ആണോ, അത് കഴിഞ്ഞ് നമ്മുടെ ടാലന്റ് മനസ്സിലായി, ഇതെല്ലാം ആ ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പം നമുക്ക് ആക്ടിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സാണ് ഡാൻസ്. നമ്മൾക്ക് അപ്പം ആ ഒരു കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മളൊരു സ്റ്റോറി കേൾക്കുന്നതും നമ്മുടെ വിഷ്വലി നമ്മൾ അതിൽ ഒക്കുപ്പൈ ചെയ്ത് നമ്മുടെ മൈൻഡ് ഒക്കുപ്പൈ ചെയ്ത് അതിൽ ഇരുത്തുന്നതും അതിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് അത് എങ്ങനെ ഓഡിയൻസിലേക്ക് കറക്റ്റ് കൊടുക്കാം,
എന്നുള്ളൊരു സാധനം. ഒരു ഡാൻസ് അപ്പോൾ ഒരു ഹെൽപ്പ് ആകുന്നുണ്ട്. അപ്പൊ ഡാൻസ് അങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ ഡാൻസിൽ നമ്മൾ അഭിനയിക്കുന്ന പോലെ നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൽ ഇങ്ങനെയുള്ള കുറെ ലേണിങ്സ് നമുക്ക് ആക്ടിംഗിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ സിനിമയിൽ ഡാൻസിനുള്ള പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പൊ ഇപ്പോഴത്തെ എല്ലാ നടിമാരും, ഇപ്പൊ ശോഭനയാണ്, മഞ്ജു വാര്യരാണെങ്കിലും പുതിയ നടിമാരാണെങ്കിലും എല്ലാവരും ഡാൻസിൽ നിന്ന് വന്നത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ അല്ല, ഡാൻസിൽ നിന്ന് നമുക്ക് അഭിനയത്തിലേക്ക് അതാ പറഞ്ഞ, ഇപ്പം മഞ്ജു ചേച്ചി ആണെങ്കിലും ഡാൻസിൽ അഭിനയിക്കണ പോലെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഡാൻസ് ഇതണക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഇതുപോലത്തെ കാര്യങ്ങളാണ്. അതായത് ഇതണക്ക് ഒരു സ്റ്റോറി ടെല്ലിംഗ് പ്രോസസ്സ് ആണെങ്കിലും നമുക്ക് അങ്ങനത്തെ ലേണിങ്സ് എടുക്കാൻ പറ്റും ഡാൻസിൽ. അത് നമുക്ക് ആക്ടിങ്ങിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അഭിനയിക്കുന്നത് സെയിം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. കാരണം ഞാൻ ഡാൻസിൽ അഭിനയിക്കുന്ന പോലെ അല്ല സിനിമയിൽ അഭിനയിക്കുന്നത്. കാരണം ഇപ്പം കലോത്സവത്തിനൊക്കെ ഫോക്ക് ഡാൻസ് ഒക്കെ ചെയ്യുമ്പം അത്യാവശ്യം നല്ല എക്സാഗ്രേറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുക. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ എക്സാഗ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും മേക്കപ്പ് ഇടുന്നുണ്ട്. നമ്മുടെ ഫീച്ചേഴ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് കണ്ണും ലിപ്സും ഇല്ലെങ്കിൽ നമ്മുടെ ജോലൈൻ അത്രയും മേക്കപ്പ് ഇടുന്നുണ്ട്. അപ്പൊ അത്രയും മേക്കപ്പ് ഇട്ടിട്ട് നമ്മൾ അഭിനയിക്കുമ്പം നമ്മൾ നോർമലി അഭിനയിക്കുന്നതിന്റെ അല്ലെങ്കിൽ ക്ലാസ്സിൽ അഭിനയിക്കുന്നത് ഒരു കുറച്ച് പെർസെൻറ്റേജ് കൂട്ടി അഭിനയിച്ചാലേ ഈ ഓഡിയൻസിനും ഇല്ല ഇരിക്കുന്ന ജഡ്ജസിനും മനസ്സിലാവും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ അഭിനയത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ദ ഗേൾ നെക്സ്റ്റ് ഡോർ പോലത്തെ ക്യാരക്ടേഴ്സാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പൊ അതിന് മേക്കപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം എന്റെ കണ്ണ് വലുതാണ്, ഞാൻ ചുമ്മാ ഇങ്ങോട്ട് ഇപ്പം ക്ലോസ് ഷോട്ടൊക്കെ വെക്കുമ്പോൾ പോലും എന്റെ ഐബോൾസ് മാറുന്നത് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ അവിടെ എനിക്ക് ഡാൻസിൽ അഭിനയിക്കണമുള്ള ഞാൻ റിയാക്ഷൻസ് ഇട്ട് കഴിഞ്ഞാൽ പാളും. അപ്പൊ ആ ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഉറപ്പായിട്ടും ഡാൻസ് എന്നെ ആക്ടിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ കാര്യത്തിൽ. ഈ മൈൻഡ് ഓക്കുപ്പൈ ചെയ്ത് ഒരു ക്യാരക്ടറിനെ കുറിച്ച് കേൾക്കുമ്പോഴും ഇല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ കുറച്ച് ക്ലാരിറ്റി നമുക്ക് എടുക്കാൻ പറ്റും. ഈ കരിക്കിലെ അഭിനയിച്ചപ്പോഴത്തേന് എങ്ങനെ ഉണ്ടായിരുന്നു? ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കരിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഫണ്ണായിട്ട് ചില്ലായിട്ട് അഭിനയിച്ച്, ഞാൻ അഭിനയിക്കാനല്ല പോയേക്കുന്നത്. എന്താ പറയാ, അതായത് നമുക്കൊരു ഞാൻ ഇതേ അഭിനയിക്കുകയാണ് അങ്ങനൊരു സാധനം പോലും ഉണ്ടായിരുന്നില്ല. നമ്മള് എന്താ പറയാ, കുറച്ച് കൂട്ടുകാർ ചേർന്ന് ഒരു സിനിമ ഒരു വെബ് സീരീസ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു വൈബായിരുന്നു. അത് നല്ല ക്ലോസ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ചുപേര് വന്നിട്ട് ഒരു സീരീസോ സിനിമയോ ഒക്കെ എടുക്കുമ്പോൾ ഉള്ള ഒരു വൈബായിരുന്നു കരിക്കിൽ എല്ലാവരും ഭയങ്കര ഫണ്ണാണ്. അപ്പം അവര് പിന്നെ ഭയങ്കരമായിട്ട് ഒരു സീനാണെങ്കിലും ഭയങ്കര സ്ട്രെസ് ഒന്നുമില്ല. അല്ലെങ്കിൽ ഈ സീൻ അടുത്ത് അങ്ങനെയല്ല, ഇത് ഇങ്ങനൊരു സീനുണ്ട്, നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യാം. അപ്പം മാക്സിമം ഇമ്പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ നല്ല ബെസ്റ്റ് ഔട്ട്പുട്ട്സ് കിട്ടുന്നു അതാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു അങ്ങനൊരു അപ്രോച്ച് ആയിരുന്നു കരിക്കിൻ്റെ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ ഓരോ സെറ്റും ഓരോ എക്സ്പീരിയൻസ് ആയിരുന്നു. കരിക്കിൻ്റെ സെബാസ്റ്റിൻ്റെ വെള്ളിയാഴ്ച അത്രയും ഫണ്ണായിട്ടുള്ള സെറ്റാണെങ്കിൽ പീയൂഷ് കുറച്ചും കൂടെ പ്രൊഫഷണൽ സെറ്റായിരുന്നു. കാരണം അത് പുറത്തുനിന്നൊരു ഇപ്പം ഗൗതം ചേട്ടൻ്റെ അവരുടെ ഒരു ടീമായിരുന്നു. അപ്പം പിന്നെ എനിക്ക് ആകെ 2 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ പീയൂഷിൽ. 2 മേജർ സീൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ 2 ദിവസം കൊണ്ട് തീരുന്നത് കൊണ്ടും എനിക്ക് കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് തോന്നിയത്. കാരണം എനിക്ക് ഒരു ഐസ് ബ്രേക്കിംഗ് പോയിന്റ് വെച്ച് 2 ദിവസം കഴിയണം ഞാൻ ഒന്ന് ജെല്ലായി വരാനായിട്ട് എല്ലാവരുമായിട്ട്. അപ്പൊ കരിക്കില് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ഭയങ്കര ഒരു ഫൺ രീതിയിൽ ഷൂട്ട് ചെയ്ത് പോയ ഒരു സീരീസ് സെബാസ്റ്റിന്റെ വെള്ളിയാഴ്ച. ഓക്കെ, ഈ സിനിമകൾ വളരെ കുറവാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ശരിക്കും ചൂസ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ കഥകൾ കേട്ടിട്ട് ഇന്ന കഥ? ഇല്ല, അങ്ങനെ ആ ലെവലോട്ടൊന്നും എത്തിയിട്ടില്ല. അത് സിനിമകൾ കുറവെന്ന് വെച്ചാൽ എനിക്ക് വരുന്ന സിനിമകളെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജാക്സൺ ചാൾസ് ഇപ്പം എന്താ പറയാ ഈ 18 പക്ഷേ ഈ കിട്ടുന്ന ആൾക്കാർ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളല്ലേ. അതായത് ഇപ്പം 18 പടി തൊട്ട് ചാൾസ് വരെ എന്ന് പറയുന്നത് ഓഡീഷൻസ് ആണ്. ഓഡീഷൻസ് അപ്പം എന്റെ നമ്പർ ഓഫ് ഓഡീഷൻസ് സിനിമയും സെയിം ആണ്. അതായത് ഞാൻ അതുവരെ ഓഡീഷൻ കൊടുത്ത് സിനിമകളിൽ ഞാൻ ഇന്നായിട്ടുണ്ട്. പക്ഷെ ഇതണക്ക് ചെറിയ ക്യാരക്ടേഴ്സിനുള്ള ഓഡീഷൻ ഒക്കെ ആയിരിക്കും അത്. അപ്പം ആ ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്, ചെയ്യുന്നു. അപ്പൊ അവസരങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരോടും. അല്ല, ഇപ്പം നല്ല ഓഡീഷൻസ് കൊടുക്കുന്നുണ്ട്. അതായത് നമുക്കിപ്പോ ആദ്യം ഒരു ആക്ടർ ആയിട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു പോർട്ട്ഫോളിയോ ആണ്. അപ്പൊ അത് ഞാൻ കോളേജ് സമയത്ത് ഒരെണ്ണം ഉണ്ടാക്കി. കാരണം ഡാൻസും പിന്നെ ഈ മിസ് ട്രാവൻകൂറും പിന്നെ ഈ കലോത്സവത്തിന്റെ അച്ചീവ്മെന്റ്സ് എല്ലാം കൂടി ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു പ്രൊഫൈൽ മേക്കിംഗ് എന്ന് വെച്ചാൽ ഒരു ആക്ടിങ് കരിയർ വരുമ്പോൾ ഒരു പ്രൊഫൈൽ, അത് കുറച്ച് വർക്ക്സ് ചെയ്യുക, പ്രൊഫൈലിൽ വെക്കാനായിട്ട് കുറച്ച് വർക്ക്സ് കാണിക്കുക. അപ്പൊ ആദ്യമായിട്ട് ഞാൻ പ്രൊഫൈലിൽ വെച്ച വർക്ക് എന്ന് പറയുന്നത് ഒരു മ്യൂസിക് വീഡിയോ ആണ്, നദി എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ നദി എന്ന് പറയുന്ന ഒരു വർക്കും പിന്നെ എന്റെ ബാക്കി അച്ചീവ്മെന്റ്സും വെച്ചിട്ടാണ് ഞാൻ ഓഡീഷൻസിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പം എന്നെ വിളിച്ചിട്ട് ഇതണക്ക് ഓഡീഷൻസ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ചാൾസ് വരെയുള്ള സിനിമ ചെയ്യുന്നത്. അപ്പൊ വൺസ് കരിക്കിലേക്കുള്ളൊരു ഓഡീഷൻ കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ജാക്സണും നടന്ന സംഭവം കരിക്ക് കണ്ടിട്ട് വിളിക്കായിരുന്നു. ഓ ശരി. അപ്പോ
ഇപ്പൊ എന്നെ ചൂസ് ചെയ്യുന്ന സിനിമകളാണ് എനിക്ക് ചെയ്യാൻ പറ്റണേ. പിന്നെ എന്താ പറയാ, ഇപ്പോ അങ്ങനെ നല്ല ഓഡിഷൻസ് കുറവാണ്. ഇല്ലേ നല്ലത് കാണുന്നത് കൊടുക്കാറുണ്ട്, പക്ഷെ ഇപ്പൊ അങ്ങനെ കോള് വരാറില്ല. എന്താന്നറിയില്ല, ഇപ്പൊ മറ്റേ പ്രൊഫൈല് കൂടി പോയിട്ടാണോ ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ നടന്ന സംഭവത്തിൽ ഇപ്പൊ സിനിമ കണ്ടിട്ടുള്ളവര് എന്താ പറയുക അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ എന്ന് അറിയാം. അപ്പം നമുക്ക് അതേ കണക്ക് പെർഫോം ചെയ്യാൻ ഒരു സ്പേസ് ഉള്ള ക്യാരക്ടേഴ്സിനെ ഇനി വിളിക്കുള്ളൂ. നമ്മളിപ്പോ ഓഡിഷന് കൊടുത്താലും ഞാൻ ചിലപ്പോൾ ചാൾസിലോ എന്താ പറയുക വാശിയിലോ ഒക്കെ ചെയ്ത പോലത്തെ ചെറിയ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ നടന്ന സംഭവം കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ചിലപ്പം ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇപ്പൊ ജാക്സണിലെക്കാട്ടി നല്ലൊരു സ്റ്റെപ്പായിരുന്നു നടന്ന സംഭവം. അപ്പൊ ഇനി അതിലും കുറച്ചും കൂടെ ഒരു ബെറ്റർ സ്റ്റെപ്പ് ആയിരിക്കും നമ്മൾ വെക്കുക. എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളെ ചൂസ് ചെയ്യുന്നത്? കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്നത് ഇതാണെങ്കിൽ നമുക്ക് പേർപ്പസ് ഉണ്ടോ, പെർഫോം ചെയ്യാനൊരു സ്പേസ് ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പം നോക്കുന്നത്. പണ്ട് ഇതെനിക്ക് ഓഡീഷൻസ് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്, ഇപ്പോഴും ഓഡീഷൻസ് കിട്ടുന്ന സന്തോഷം തന്നെയാണ്. അപ്പം പിന്നീട് കഥ ഇപ്പം ഇങ്ങോട്ട് വരുന്ന കഥകളിലാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു പേർപ്പസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടില്ല, പേർപ്പസ് ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടറിനെ അങ്ങനെ വിളിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരുന്ന പ്രോജക്ട്സ് ആട്ടോ ഞാൻ പറയുന്നത്. ഓഡീഷൻസിന് പോകുമ്പോൾ ചിലപ്പോൾ ഇതാണക്ക് ചെറിയ ക്യാരക്ടറാണ്, ഇപ്പം ടീമിലുള്ള ക്രൂ ആയിട്ടുള്ള ആൾക്കാർ പറയും ഇത് ചെറിയ ക്യാരക്ടറാണ്. അല്ലാതെ അവസരങ്ങൾ ചോദിക്കാറില്ല. ഇപ്പം എല്ലാവരും അവസരങ്ങൾ ചോദിക്കുന്ന ഒന്നല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഫീൽഡാണ്. അപ്പൊ സ്വാഭാവികം നമ്മൾ അവസരങ്ങൾ ചോദിച്ചാലേ നമുക്ക് അത് ഉറപ്പായിട്ടും. അതായത് ഞാൻ ഇപ്പോ അതായത് ചെയ്ത് തുടങ്ങിയിട്ടില്ല, അതാണ് സംഭവം. അതായത് ഇത് ഇപ്പം 18ാം പടി തൊട്ട് ചാൾസ് വരെയും ഓഡീഷൻസ് കൊടുത്ത് കിട്ടിയത് കൊണ്ട് ആ ഗ്യാപ്പിലൊന്നും ഞാൻ ആരുടെടുത്തും ചാൻസ് ചോദിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ പറയുക, ഇപ്പം നടന്ന സംഭവം കഴിഞ്ഞിട്ട് ഇതാണൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഓൾറെഡി വർക്ക് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ടീം ഉണ്ടല്ലോ, നമ്മളുടെ ഒരു ക്രൂ ഉണ്ടായിരിക്കും. അപ്പൊ അവരോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഇതിന് ശേഷം നടന്ന സംഭവത്തിന് ശേഷം ഇപ്പം കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിന് അടുത്ത് പ്രൊഫൈലൊക്കെ അയച്ചു കൊടുത്തിട്ട് പറയാറുണ്ട് നല്ല ഇനി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കഥാപാത്രങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ ചിലർ പറയില്ലേ എനിക്ക് ഇന്ന കഥാപാത്രം കിട്ടിയിരുന്നു, എനിക്ക് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാ? എനിക്ക് അങ്ങനെ ഒത്തിരി സിനിമകളുണ്ട്. ലൈക്ക് അതായത് ലിസ്റ്റുകളാണല്ലേ? ഒത്തിരി ലിസ്റ്റ് തന്നെ തരാം. അതായത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സിനിമ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം സിനിമ കാണുമ്പോൾ നല്ല ഈ എന്താ പറയാ സ്ത്രീ കഥാപാത്രങ്ങൾ കാണുമ്പോൾ തോന്നും അയ്യോ ഇത് ഇങ്ങനത്തെ ഇത് ഭയങ്കര നമ്മുടെ എന്താ വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ ഒന്നും ലീഗിലില്ലാത്ത എക്സ്ട്രാ ഓർഡിനറി ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ഇതൊക്കെ കിട്ടിയ എങ്ങനെ ഞാനൊക്കെ ചെയ്യാന്നും ആലോചിച്ചിട്ടുണ്ട്. ചിലത് കാണുമ്പോൾ ഇതുപോലൊരു ക്യാരക്ടർ ഇട്ടിരുന്നേ ചെയ്യായിരുന്നു എന്നും ആലോചിച്ചിട്ടുണ്ട്. രണ്ടും ഉണ്ട് കേട്ടോ. അതിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ശോഭന നമുക്ക് ചെയ്ത ക്യാരക്ടർ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു, മനസ്സിലായോ, ഇതൊന്നും നമ്മളുടെ അടുത്തൂടെ വരില്ല. എന്നാൽ അത് കണക്ക് തന്നെ ഇതണക്ക് ഗേൾ നെക്സ്റ്റ് ഡോർ പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും ഇതേപോലെ ഭയങ്കര ബ്യൂട്ടി ഉള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. പഴയ സിനിമകളിലൊക്കെ ആണെങ്കിലും ഉർവശി ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര എന്താ പറയുക അതിനൊരു സൗന്ദര്യമുണ്ട് ആ ക്യാരക്ടറിന് മൊത്തത്തിൽ. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ ഉള്ള സാധനങ്ങൾ. നാടൻ വേഷങ്ങൾ മാത്രമല്ല അങ്ങനെ ഒരു ഇതുവരെ വിഷമം അങ്ങനെ തോന്നിയിട്ടില്ല. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഇത്രയും ചെയ്യാൻ പറ്റിയതിൽ. കാരണം 100 പേര് പുറത്ത് നിൽക്കുകയല്ലേ, ഇല്ലെങ്കിൽ ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഇതുവരെ കിട്ടിയ ഓരോ ക്യാരക്ടേഴ്സും ഇപ്പം തുടക്കത്തിൽ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ തുടക്കത്തിൽ ആ ചെറിയ ക്യാരക്ടേഴ്സ് കിട്ടിയില്ലായിരുന്നെങ്കിൽ നടന്ന സംഭവം വരെ എത്തില്ലായിരുന്നു. അപ്പം നമ്മുടെ ആ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ തന്നെയാണ് നമുക്ക് അടുത്തടുത്ത പ്രോജക്ട്സിലേക്ക് എത്തുന്നത്, ഇല്ലെങ്കിൽ അടുത്തടുത്ത ഓഡീഷൻസിലേക്കെങ്കിലും എത്തുന്നത്. കാരണം 18ാം പടിയും തട്ടാശ്ശേരി കൂട്ടം കഴിഞ്ഞിട്ടും കോവിഡ് എന്നുള്ള ഒരു ഇതൊക്കെ ബാധിച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് ഡൗൺ ആയല്ലോ എല്ലാ ഇൻഡസ്ട്രിയും. അപ്പൊ ആ സമയത്ത് പറയാനായിട്ട് ഉണ്ടായിരുന്നത് തട്ടാശ്ശേരി കൂട്ടവും 18ാം പടിയാണ്. അപ്പൊ അതിൽ ചെയ്ത 2 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അപ്പൊ അവര് ഈ 2 പടത്തിന്റെയും പ്രൊഡക്ഷൻ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം. ഓഗസ്റ്റ് സിനിമാസിലെ ഗ്രാൻഡ് പ്രൊഡക്ഷൻ അവരുടെ കൂടെ സിനിമ ചെയ്തു. അപ്പൊ അതിൽ എന്ത് ക്യാരക്ടറാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ തന്നെ ഓഡീഷനിലേക്ക് നമുക്കൊരു വേ ഓപ്പൺ ആയി കിട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ക്യാരക്ടേഴ്സ് അതുകൊണ്ട് ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സിലും ഒരിക്കലും ഒരു വിഷമം അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ചെറിയ ക്യാരക്ടർ അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. അത് ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ആറുകൂടിയെങ്കിലും അഭിനയിക്കാൻ താല്പര്യമുണ്ട്. ഇപ്പം സീനിയർ ആക്ടേഴ്സ് കുറെ പേരുടെ കൂടെ അഭിനയിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ സ്റ്റെപ്പ് വഴി കയറുന്നുണ്ട്. അപ്പൊ ഇനി ഇപ്പൊ ആരുടെയും കൂടെ അഭിനയിക്കാൻ താല്പര്യം? അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് മനസ്സിൽ ഞാൻ പറയില്ല. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, പക്ഷെ അതാണെന്ന് ഞാൻ പറയില്ല. അല്ല അത് സംഭവിക്കട്ടെ.
സിനിമയില് ഇപ്പം ഒത്തിരി ഇപ്പം നമ്മൾ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് അനക എന്ന് പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറെ അനക്കമാര് വരും. അപ്പൊ അത് ശരിക്കും അനക്കമാരെ കൊണ്ട് അത് ഒരു സങ്കടം ഉണ്ട്. അതിലൊരു സങ്കടം എന്ന് വെച്ചാൽ പേരിലൊരു ഞാൻ ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത് ഞാൻ ഈ തട്ടാശ്ശേരി കൂട്ടവും വാശിയും ചാൾസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്രയും അനഘമാരുണ്ടായിരുന്നില്ല. മേ ബി അവരും അപ്പൊ അവരുടെ ജേർണി ബിൽഡ് ചെയ്യായിരിക്കാം. പക്ഷെ കരിക്കിന്റെ ഒരു ബ്രേക്ക് കിട്ടി. ഇതുപോലെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോ എല്ലാ സിനിമയിലും ഒരു ന്യൂ ഫേസ് വന്ന അവരുടെ പേര് അനക്കാന്ന്. അങ്ങനെ ഇപ്പം തിങ്കളാഴ്ച നിശ്ചയത്തില് അനക്ക, അങ്ങനെ ഒത്തിരി അനക്കമാരുണ്ട് ഇപ്പം. അത് വേണമെങ്കിൽ ഒരു സങ്കടമായിട്ട് ചോദിച്ചാൽ ഞാൻ പറയും ശരിയൊരു സങ്കടമുണ്ട് പേരിൽ. കാരണം എല്ലാവരും കൺഫ്യൂഷൻ ആവും. പിന്നെ ഈ എല്ലാ ആൾക്കാരും എല്ലാവരും ഏതാണ്ട് ഒരേ ഏജ് കാറ്റഗറി, ഒരു 23, 24 ആ ഏജ് കാറ്റഗറിയിൽ. അപ്പൊ പെട്ടെന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് എല്ലാവർക്കും ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു ചെറിയ സങ്കടമുണ്ട് പേര് സെയിം ആയതുള്ളൂ. ഇപ്പം പറഞ്ഞ എന്തെങ്കിലും രസകരമായ അനുഭവങ്ങളുണ്ടാവും. ഇപ്പം പറഞ്ഞില്ല ഒരു സോഫയിൽ വന്നിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിന്റെ കളർ വെച്ചിട്ട് എന്ത് രസകരമായ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വാഷി ചെയ്യണ സമയത്ത് നല്ല കോസ്റ്റ്യൂംസ് ആയിരുന്നു. അപ്പൊ എല്ലാം നല്ല രസമുള്ള കോസ്റ്റ്യൂംസ്. അപ്പൊ അതില് നമുക്ക് ഈ കോസ്റ്റ്യൂംസ് കിട്ടുമ്പോ നമുക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഒരു കോസ്റ്റ്യൂം മാറുമല്ലോ. അപ്പൊ അങ്ങനെ എനിക്കൊരു ഇത് ഇപ്പൊ ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു കളറിൽ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആ ഡ്രസ്സ് ഇട്ടപ്പോഴും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ അപ്പൊ എന്നോട് ഇതണക്ക് AD പറഞ്ഞു എന്താണ് ഈ കോസ്റ്റ്യൂമിൽ ആ കളറിലുള്ള ഒരു കോസ്റ്റ്യൂം ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഇട്ടിട്ട് ഭയങ്കര നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് വരാം. അപ്പൊ വന്ന സമയത്ത് ഇതണക്ക് ഒരു കൗച്ചിന്റെ കളറും ഏതാണ്ട് ആ ബ്രൗൺ പോലെ തന്നെയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ അഭിനയിക്കാനൊക്കെ മറ്റേ എന്നെ ഭയങ്കര പ്രിട്ടി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് വന്ന് ഫ്രെയിമിൽ നിന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു അതെ ആ കോസ്റ്റ്യൂം വേണ്ട, അത് മാറ്റിക്കോളൂ, കൗച്ചിന്റെ കളറും സെയിം. അപ്പം നിന്നെ അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ പറഞ്ഞു ഇത് മാറ്റാൻ പറയില്ല. അപ്പൊ അല്ല നിന്നെ കാണണ്ടേ മുഖം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി മാറേണ്ടി വന്നു. അത് ആക്ച്വലി രസകരമായിട്ടുള്ള സംഭവം ഒന്നുമില്ല. എനിക്ക് നല്ല സങ്കടമായിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് അതായത് നമ്മൾക്ക് ഇപ്പൊ ഒത്തിരി കോസ്റ്റ്യൂംസ് അവർ കാണിക്കും. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾക്ക് ഒരെണ്ണം ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും ഇത് എപ്പോഴും ഇത് ഏത് സീനിൽ ഇടാൻ പറയാന്ന് വെച്ചിട്ട്. അപ്പൊ അത് ഇട്ടപ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസും ഒക്കെ ഒന്ന് കൂടിയായിരുന്നു. നല്ല രസമുള്ള ഇട്ടപ്പോൾ നല്ല ഭംഗി തോന്നി എനിക്ക് തന്നെ. കൊള്ളാലോ, ഫ്രെയിമിൽ വന്നാൽ ഇതിലും രസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ചാടിത്തുള്ളി വന്നപ്പോഴത്തേക്കും കൗച്ചുണ്ട്. അപ്പൊ ഞാൻ കൗച്ചിന് പറ്റിയ കളർ അങ്ങനെ മാറി. അല്ലാതെ വേറെന്തെങ്കിലും രസകരമായ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യും? രസകരമായിട്ടുള്ള അനുഭവം സത്യം പറഞ്ഞാൽ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായി. ഇപ്പൊ രസകരമായ അനുഭവങ്ങൾ മാത്രമല്ലല്ലോ. ദുരനുഭവം ഒന്നും എങ്ങനെ സിനിമയിൽ നിന്ന് അങ്ങനെ ഒന്നും ഇതുവരെ അതും ടച്ച് വുഡ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ രസകരമായിട്ടുള്ള സംഭവം സത്യം പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം അതോ സെറ്റിലാണോ പുറത്താണോ ആരാധകരിലാണോ? ഒത്തിരി ഒത്തിരി നല്ല നല്ല സംഭവങ്ങളുണ്ട്. ഇപ്പൊ നടന്ന സംഭവത്തിലാണെങ്കിൽ പോലും ഇതാണക്ക് ഒരുപാടുണ്ട്. പക്ഷെ ഒരെണ്ണം പിക്ക് ചെയ്യാൻ ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഇപ്പൊ ഇവിടുന്ന് പറയുമ്പോ അത് രസകരമാവും എനിക്ക് അറിയില്ല. എന്നാലും ഇത് കണക്ക് ഞാൻ ഇപ്പൊ ചോദിച്ചല്ലോ ഇപ്പൊ ബിജുവേട്ടനുകൊണ്ടുള്ള എക്സ്പീരിയൻസ് എന്താണെന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പം ഞാൻ അതാ പറഞ്ഞു, ഇപ്പൊ ഇത്ര സീനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം എനിക്ക് അഭിനയിക്കാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ആസ് എ പേഴ്സൺ എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. മിണ്ടാനൊക്കെ നമ്മൾ ഒത്തിരി സംസാരിച്ചു കഴിഞ്ഞാൽ അവര് അൺകംഫർട്ടബിൾ അതൊക്കെ ഞാൻ കുറച്ച് ശ്രദ്ധിക്കുന്ന ഒരു ആളാണ്. അത് ആസ് എ പേഴ്സൺ ഞാൻ അങ്ങനെ ഇപ്പൊ ആദ്യമായിട്ട് പോകുമ്പോൾ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഒരു ഐസ് ബ്രേക്കിംഗ് പോയിന്റ് വേണം. എവിടെയെങ്കിലും ഒരു പോയിന്റ് നമുക്ക് കുഴപ്പമില്ല ഇന്ന് നമുക്ക് ചളുവടിക്കാം എന്നൊരു സാധനം. അപ്പൊ അതുകൊണ്ട് ഞാൻ പക്ഷെ ആ സെറ്റിൽ ഏറ്റവും കൂടുതൽ കമ്പനി ഇല്ലെങ്കിൽ ഒരു റാപ്പോ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ടർ വിഷ്ണു ചേട്ടന്റെ കുറച്ച് പിള്ളേരുണ്ട്, ഒരു ക്രൂ ഉണ്ട്, ഡയറക്ഷൻ ക്രൂ. അപ്പൊ അവര് അത്യാവശ്യം അവര് മൊത്തത്തിൽ ഭയങ്കര സിംഗർ. എന്തെങ്കിലും സിനിമയിൽ നിന്ന് എന്തെങ്കിലും ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല അങ്ങനെ സിനിമയിൽ നിന്ന് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇതുവരെ അങ്ങനെ ടച്ച് വുഡ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരാധകരിൽ നിന്നോ? ആരാധകരൊന്നും ഇല്ല. അല്ല സാധാരണ ഇപ്പൊ എല്ലാരും ഇനോഗ്രേഷൻ ഒക്കെ പോകാറുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടിയും വന്നിട്ടില്ല. ഞാൻ അത്രയൊന്നും വളർന്നിട്ടില്ല. കംഫർട്ട് സോണിൽ നിൽക്കുന്ന ആളാണോ? കംഫർട്ട് സോണിൽ നിൽക്കുന്ന ആളാണ്. പക്ഷെ എന്ന് കരുതി ബ്രേക്ക് ചെയ്ത് കംഫർട്ട് സോൺ ഉണ്ട് ഉറപ്പായിട്ടും. എല്ലാവർക്കും ഉള്ള പോലെ എനിക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്. കംഫർട്ട് സോണിൽ നിന്നിപ്പം എനിക്ക് അഭിനയിക്കണം എന്നൊരു പാഷനാണ് ഉള്ളത്. അപ്പൊ അതിന്റെ കൂടെ വരുന്ന മറ്റു കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഫെയിം അതിന്റെ കൂടെ തന്നെ വരുന്ന ഇത് കണക്ക് ഫെയിം റിലേറ്റഡ് കാര്യങ്ങൾക്കൊന്നും അങ്ങനെ ഒരു
എന്താ പറയാ, അതൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര അതിയായ ആഗ്രഹമൊന്നുമില്ല. ഇപ്പം നമ്മൾക്കുള്ള ഒരു ആക്ടിങ് എന്ന് പറയുന്നൊരു സ്കില്ലിനെ പോളിഷ് ചെയ്യുക, അതിൽ എക്സൽ ആവുക. അപ്പൊ ഇതെല്ലാം ബൈ പ്രൊഡക്റ്റ് ആണ്. പ്രൈമറി ആയിട്ടുള്ള സാധനം നമ്മൾ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക, ബാക്കിയെല്ലാം വന്നു ചേരുന്നതാണ്. പക്ഷെ വന്നു ചേരുമ്പോഴും ചിലർക്ക് പോകാനൊക്കെ ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, ഇനോഗ്രേഷൻസും ഇതൊക്കെ ഷോസ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ല, അതൊക്കെ കുറച്ച് അങ്ങനെ ഇല്ല. അപ്പൊ അങ്ങനെ അതിലോട്ടൊന്നും വളർന്നിട്ടും ഇല്ല. ഇപ്പം ഒരു പബ്ലിസിറ്റി അപ്പൊ ശരിക്കും ആഗ്രഹിക്കുന്നില്ലേ? ഇപ്പൊ എല്ലാരും ഇപ്പൊ പറഞ്ഞ പോലെ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ. അതെന്താണ് അങ്ങനെ ഒരു ആഗ്രഹം, താല്പര്യം തോന്നാത്തത്? പബ്ലിസിറ്റിയുടെ അങ്ങനെ ഒരു ആഗ്രഹമായിട്ടില്ല, പക്ഷെ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ഒരു അറ്റൻഷൻ കിട്ടണമെന്നും ചെയ്ത ക്യാരക്ടേഴ്സിന് നമ്മൾ എന്താ പറയാ, ആൾക്കാര് ഇതണക്ക് പുറത്തിറങ്ങുമ്പോൾ ഇതണക്ക് ആ ക്യാമറ മുന്നുള്ള ക്യാരക്ടർ ചെയ്ത ആളല്ലേ നന്നായിരുന്നു, അത് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അത് എല്ലാ ആർട്ടിസ്റ്റിന്റെയും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ആഗ്രഹം. കഥാപാത്രങ്ങളെ ചെയ്ത കഥാപാത്രങ്ങളോട് അറിയപ്പെടുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹം പോലെ എനിക്കുണ്ട്. പക്ഷെ വല്ലാതൊരു പബ്ലിസിറ്റി ഉണ്ടല്ലോ, നമ്മൾ ഇതാണെങ്കിൽ എല്ലായിടത്തും ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന് ഇതാണെങ്കിൽ ഈ പറഞ്ഞോളൂ ഇനോഗ്രേഷൻസിനൊക്കെ പോയി അങ്ങനൊന്നും ചെയ്യണമെന്നൊന്നും ഇല്ല. അങ്ങനത്തെ ആ ഒരു കൈൻഡ് ഓഫ് പബ്ലിസിറ്റിയിൽ വലിയ താല്പര്യമില്ല. പക്ഷെ നമ്മൾ ഉറപ്പായിട്ടും കൂടുതൽ പ്രോജക്ട്സ് ചെയ്യുമ്പോൾ ഇതൊക്കെ വരും, ഇതൊക്കെ വന്നു ചേരും. അപ്പൊ അതിലോട്ടൊന്നും എത്തിയിട്ടുമില്ല, വളരെ ബഡ്ഡിങ് സ്റ്റേജില്ല. നടിയാകുമ്പോഴും നടനാകുമ്പോഴും നമ്മളൊരു സെൽഫ് ബൂസ്റ്റിംഗ് അല്ലെങ്കിൽ രണ്ടുപേരും അറിയപ്പെടണം എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പം അതിലൊന്നും ഒട്ടും താല്പര്യമില്ല. താല്പര്യത്തില്ല, അത് ഭയങ്കര ബാഡ്, അറിയില്ല, അത് ആ സ്കില്ല് ഇല്ല, കഴിവില്ല. ആക്കിയെടുക്കണം ഇനി എല്ലാം ഒന്നും തുടങ്ങണം. സെൽഫ് പ്രൊമോഷൻ എന്താ പറയാ ചെയ്യാൻ ഭയങ്കര എന്താ പറയാ, അത് അറിയില്ല, അതിങ്ങനെ എന്താ ചെയ്തിട്ടില്ല. എന്നാ ഇത് കണക്ക് എനിക്ക് ഡ്രസ്സപ്പ് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അത് നോട്ട് ബിക്കോസ് മേക്കപ്പ് ഈസ് ആൻ ആർട്ട്, അതൊന്നും അല്ല. പക്ഷെ ഞാൻ കണ്ണെഴുതുമ്പോ എന്റെ കണ്ണ് എനിക്ക് ഇഷ്ടമാണ്, മസ്കാര ഇടുമ്പോ അതൊക്കെ ഇഷ്ടം. പക്ഷെ ഒരു 100 ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ. പക്ഷെ അപ്പോഴും ആ കഴിവൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തൊന്നും ഇടാനുള്ള കഴിവൊന്നും അങ്ങനെ ഇല്ല. പക്ഷെ ഡ്രസ്സപ്പ് ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. ഈ കണ്ണ് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ആൾക്കാർ പറയാറുണ്ടോ? ഏതെങ്കിലും സിനിമാ നടിമാരുമായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? കനി കുസൃതി പറയാറുണ്ട്, അന്നു ആന്റണി പറയാറുണ്ട്. കാരണം പീയൂഷിൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തപ്പം ആ പീയൂഷ് ചെയ്ത സമയത്ത് വന്ന ഏറ്റവും കൂടുതൽ കമന്റിലേക്ക് റിക്വസ്റ്റിലൊക്കെ വന്നത് ഇതാണക്ക് അന്നു ആൻഡ് യു ലുക്ക് സിമിലർ അല്ലെങ്കിൽ ലൈക്ക് എന്നുള്ള സാധനമായിരുന്നു. പിന്നെ നടന്ന സംഭവത്തിൽ അതായത് ഓരോ ലുക്സ് നമ്മൾ മാറ്റി മാറ്റി ചെയ്യുമ്പോൾ ഓരോരോ ആൾക്കാരെ പോലെ ഉണ്ടെന്ന് പറയാറുണ്ട്. ഇപ്പം നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നു, കോമഡി ആയിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ സിനിമയിലെ കഥാപാത്രങ്ങൾ ഇപ്പൊ എടുത്ത എല്ലാ സിനിമകളും നോക്കുകയാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അപ്പം ഇനി ഒരു കോമഡി കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ഉർവശി ചേച്ചിയെ പോലെ നല്ല കോമഡിയൊക്കെ ചെയ്ത ആൾക്കാരാണ്, അപ്പൊ അവരെ പോലെ ഇന്ന ക്യാരക്ടർ ചെയ്താൽ അങ്ങനെ തോന്നിട്ടുണ്ട്? ചേച്ചിയുടെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ സിനിമ കാണുമ്പോഴൊക്കെ എന്ത് രസമുള്ള ക്യാരക്ടറാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നു അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെ ഭയങ്കര കോമഡി ചളുവൊന്നും ഓക്കെ അത് ചില റാപ്പോ പോലെ ഇരിക്കും, ചില എൻവയോൺമെന്റ് പോലെ ഇരിക്കും. ചില എൻവയോൺമെന്റിൽ ഭയങ്കര ചില്ലിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ കുറെ തമാശയൊക്കെ പറയും. പക്ഷെ എന്ന് കരുതിയിട്ട് എനിക്ക് കോമഡി ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് എനിക്ക് കോമഡി ക്യാരക്ടേഴ്സ് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എല്ലാ ബേസിക് ആക്ടേഴ്സിന്റെ ആഗ്രഹം പോലെ എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്. അതൊരു പ്രത്യേക സ്പെഷ്യൽ ക്യാരക്ടർ ചെയ്യണമെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഏതാണ്? എനിക്ക് മറ്റേ എന്താ പറയാ ഈ പഴയ കാലം പീരീഡ് സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ കുറച്ച് അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറൊക്കെ പുൾ ഓഫ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഏത് അങ്ങനെ ഒന്ന് ക്യാരക്ടർ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? ഇന്ന ക്യാരക്ടർ അല്ല, കണ്ട സിനിമകളിലാണോ? കണ്ട സിനിമകളിൽ ഇതാണൊക്കെ ഞങ്ങൾ ലിസ്റ്റ് ഉണ്ട്. പക്ഷെ അതിപ്പോ പെട്ടെന്ന് പിക്ക് ചെയ്ത് പെട്ടെന്ന് ഇന്റർവ്യൂലൊക്കെ ചോദിക്കുമ്പോൾ അതൊരു സാധനം കിട്ടാതെ എന്താ പറയാ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. പഴയ ഇപ്പം രേവതി ചേച്ചിയൊക്കെ ചെയ്യുന്ന ക്യാരക്ടർ കിലുക്കത്തിലെ ക്യാരക്ടർ അല്ല ഞാൻ പറയുന്നത്. അതാണ് ഈ ചില ക്യാരക്ടേഴ്സ് നമുക്കറിയാം ഇത് ഭയങ്കര ഔട്ട് ഓഫ് ലീഗ് ആണല്ലോ എന്നുള്ള സാധനം. അതാണ് ഈ മറ്റേ ശോഭന. പക്ഷെ അവരുടെ കഥാപാത്രങ്ങൾ അവരൊക്കെ മാത്രം ചെയ്താലേ നമ്മൾ ശരിയാകുള്ളൂ തോന്നിയിട്ടുണ്ട്. കൊറേ നല്ല കാണുമ്പം ഒരു ക്യാരക്ടർ കാണുമ്പോൾ ക്യാരക്ടറിന് തന്നെ ഒരു സൗന്ദര്യം ഉള്ളതായിട്ട് തോന്നുന്ന ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ പഴയ സിനിമകളിൽ പുതിയ സിനിമകളിലൊക്കെ ഉള്ള അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഞാൻ ഒത്തിരി സിനിമകൾ കാണും. ഞാൻ സിനിമയിൽ നിന്ന് പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ട്? സിനിമയിൽ നിന്ന് ഒരു പ്രപ്പോസൽസും വന്നിട്ടില്ല. പുറത്തുനിന്ന് പ്രപ്പോസൽസ് വരാറുണ്ട്? പുറത്തുനിന്ന് പ്രപ്പോസൽസ് അങ്ങനെ വന്നിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ. പക്ഷെ പ്രപ്പോസൽസ് വന്നിട്ടില്ല. അങ്ങനെ പുറത്തുനിന്ന് വരാറുണ്ട്, പക്ഷെ വളരെ ചുരുക്കം. അങ്ങനെയൊക്കെ സിനിമയൊന്നും ഒട്ടുമില്ല. സിനിമയൊന്നും അങ്ങനെ ഇല്ല, അങ്ങനൊരു സംഭവം ഇല്ല. അപ്പൊ ഒരു ക്രഷ് ഒക്കെ ആരോടും തോന്നിയിട്ടില്ല? സെലിബ്രിറ്റി ക്രഷ് ഒത്തിരി ഉണ്ടായിരുന്നു.
പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്താ പറയാ, സെലിബ്രിറ്റി ക്രഷിന് ഒരു 70 വയസ്സുണ്ട് എന്ന് പറയാൻ പറ്റില്ല. സെലിബ്രിറ്റി ക്രഷ് അന്നും ഇന്നും എന്നും മമ്മൂക്കയോട് ഭയങ്കര കാണാൻ, എന്ന് വെച്ചാൽ എന്താ പറയാ, നേരിട്ട് കണ്ടിട്ടുണ്ട്. മാസ്റ്റർ പീസിന്റെ സെറ്റിലും എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പം നേരിട്ട് ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള കാണാൻ. അപ്പൊ അങ്ങനെ ഇല്ല, സിനിമയിലേക്ക് വന്നപ്പോൾ ആരെങ്കിലുമൊക്കെ ഉപദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ? മീൻസ് ഫാമിലി ആണെങ്കിലും ഇങ്ങനെയാകണം അങ്ങനെയാകണം അങ്ങനെ ഉപദേശം ഉപദേശങ്ങളായിട്ട് കുറവാണ്. സിനിമ ചെയ്യണ സമയത്ത് ഇതണക്ക് ഇപ്പോഴാണെങ്കിലും അതൊരു ഉപദേശം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ചില കാര്യങ്ങൾ പറയുമ്പോഴും സംസാരിക്കുമ്പോഴും അതിൻ്റെ ഒരു രീതി അങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പം ഭയങ്കര ഞാൻ എന്താ പറയുക, ഇപ്പം എൻ്റെ പേഴ്സണൽ ലൈഫിൽ ചില സമയത്ത് എൻ്റെ റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്, എൻ്റെ പേഴ്സണൽ ലൈഫിലെന്നല്ല, എൻ്റെ പൊതുവെ എൻ്റെ റെസ്റ്റിംഗ് ഫേസ് പെട്ടെന്നൊരു ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള ഒരു അഹങ്കാരം അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ സംസാരിച്ചു വരുമ്പോഴത്തേക്കും അങ്ങനെയല്ലേ എന്ത് പാവ എന്ന് അങ്ങനെ സ്വന്തമായിട്ട് പറയണം. അല്ല, ഇത് പൊതുവെ കേൾക്കുന്ന ഒരു കോമൺ കമന്റ് ആണ്. അപ്പം സംഭവിച്ച അപ്പൊ അതുകൊണ്ട് എന്റെ റെസ്റ്റിംഗ് ഫേസ് ഒക്കെ ശ്രദ്ധിക്കണം. അതായത് നമ്മളൊരു സിനിമ ചെയ്തിട്ട് നമ്മുടെ ഓക്കെ സീരീസ് ഒക്കെ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുന്നത് കുറച്ചുകൂടി പ്ലസന്റ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ഉപദേശങ്ങളൊക്കെ. അത് ഫാമിലിയിൽ നിന്നാണോ അല്ലാതെ സിനിമയിൽ നിന്ന് ആരെങ്കിലും ഉപദേശിക്കുന്നത് അങ്ങനെയാണോ? ഇത് സിനിമയിൽ നിന്നാണ്. ഫാമിലിയിൽ അങ്ങനെ സിനിമ ചെയ്യുമ്പോൾ ഉള്ള ഉപദേശങ്ങളൊക്കെ കാരണം എന്റെ ഫാമിലിയില് അങ്ങനെ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അങ്ങനെ ആരുമില്ല. അപ്പം ഈ പൊതുവേ സൊസൈറ്റിക്കുള്ള ചില തോട്ട്സ് ഉണ്ടല്ലോ, യോ സിനിമ സേഫ് ആണോ, അങ്ങനത്തെ കൺസേൺസ് ഉണ്ട് എൻ്റെ ഫാമിലിക്കും. എല്ലാവരെയും പോലെ തന്നെ വളരെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് അത് എൻ്റെ പാരൻസിന് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാം നമ്മുടെ ഒരു ചോയ്സാണ്. ഇത് നമ്മൾ എടുക്കണ ഒരു ഡിസിഷനാണ് അതെല്ലാം. ഇപ്പം സിനിമയെന്നല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും ഒരു നല്ല സൈഡും അതണക്ക് തന്നെ ഒരു മോശം സൈഡും ഉണ്ട്. നമ്മൾ ഏതിലേക്ക് ലാൻഡ് ആവണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷനാണ്. അപ്പം അത് സിനിമയെന്നല്ല എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ഉപദേശം സിനിമ അങ്ങനെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ അവസരങ്ങൾ ചോദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് മടി കാണിക്കാറുള്ള വ്യക്തിയാണ്? അല്ല, ഞാൻ ഇതുവരെ ചെയ്ത സിനിമയിലൊന്നും എനിക്ക് അങ്ങനെ അവസരം ചോദിക്കേണ്ടി വന്നിട്ടില്ല. അത് ഞാൻ ഈ അഹങ്കാരത്തിലല്ല പറയുന്നത്, ടച്ച് വുഡ് അത് അങ്ങനെ സംഭവിച്ചു. ഇപ്പം നല്ല ഓഡീഷൻസ് എനിക്ക് അന്ന് കൊടുക്കാൻ പറ്റി. ഇപ്പം നല്ല പ്രൊഡക്ഷൻ്റെ ഓഡീഷൻസ്, നല്ല പ്രൊഡക്ഷൻ ബാനറിൻ്റെ ഓഡീഷൻസ്, ഇപ്പം തട്ടാശ്ശേരി കൂട്ടം എന്ന് പറയുന്നത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ്. ഓഗസ്റ്റ് സിനിമാസ് ഇപ്പം 18-ാം പടി എന്ന് പറയുന്നത് ഓഗസ്റ്റ് സിനിമ പ്രൊഡക്ഷൻ ആണ്. അപ്പം അവരുടെയൊക്കെ കാസ്റ്റിംഗ് കോഡ് കണ്ടതുകൊണ്ടും അപ്പം അതിലെനിക്ക് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് കിട്ടി. അപ്പം ആ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് അന്ന് ചെയ്തതുകൊണ്ടാണ് ഇപ്പം നടന്ന സംഭവം വരെ എത്തിയത്. എനിക്ക് കരിക്കുന്നുള്ള ഒരു സീരീസ് ചെയ്തപ്പോഴാണ് എനിക്ക് അത് കഴിഞ്ഞ് ജാക്സൺ നടന്ന സംഭവം സംഭവിക്കുന്നത്. അപ്പം ഇപ്പം ഈ അടുത്ത ലൈൻ ഓഫ് സിനിമയിലൊന്നും അങ്ങോട്ട് അപ്രോച്ച് ചെയ്തില്ല. എന്നെ തേടി വന്ന സിനിമകളാണെങ്കിൽ എന്നെ ചൂസ് ചെയ്ത സിനിമകളാണ്. അപ്പം എനിക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ലെവലിലോട്ട് ഞാൻ വളർന്നിട്ടുമില്ല. അപ്പം ഇപ്പം ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പം ഇപ്പം എനിക്ക് ഒരു ചാൻസ് ഇല്ലെങ്കിൽ ഒരു നല്ലൊരു ക്യാരക്ടർ വരികയാണെങ്കിൽ അറിയിക്കണം എന്ന് പറയാനുള്ളൊരു സ്പേസിലേക്ക് ഞാൻ എത്തി. കാരണം എനിക്കൊരു പ്രൊഫൈൽ ഉണ്ടാക്കി ഞാനൊരു ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി വേണം ചോദിക്കണം. ഇപ്പം ഒരു പ്രോജക്റ്റ് നിൽക്കുന്നുണ്ട്. അപ്പം ഒരു എന്താ പറയുക, ചോദിക്കാന്ന് വെച്ചാൽ ഇപ്പം മമ്മൂക്ക പറയുന്ന പോലെ സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ല, നമുക്കാണ് സിനിമേനെ ആവശ്യം. അത് ഭയങ്കര ട്രൂ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ ഒരു ക്യാരക്ടറിൽ പ്ലേസ്ഡ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാൻ 100 പേര് പുറത്തുണ്ട്, കഴിവും എല്ലാം ഉള്ള ആൾക്കാരുണ്ട്. അപ്പം ഓപ്പർച്യൂണിറ്റി, അപ്പം അത് അങ്ങനെ റീപ്ലേസ് ചെയ്യപ്പെടും. അപ്പം അതുകൊണ്ട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഇപ്പം കുറച്ചും കൂടി ഉണ്ട്. പഴയതുപോലെയല്ല, കുറച്ചും കൂടെ നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട്. അപ്പം അത് ഉറപ്പായിട്ടും റീച്ച് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് തോന്നുന്നു. അപ്പം അത് ഇനിയിപ്പം ചെയ്യണം ചെയ്യുമായിരിക്കും. ഇത്രയും നേരം നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.